ക്രിയേറ്റീവ് ഹാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുഴലപ്പം ഉണ്ടാക്കാം. കുഴലപ്പം എന്ന് പറയുമ്പോൾ സാധാരണ പണ്ടെല്ലാം കുഴലപ്പം ഉണ്ടാക്കുക മൈദപ്പൊടി ഉപയോഗിച്ചിട്ടാണ്. മൈദപ്പൊടി, തേങ്ങ, ഉള്ളി, പിന്നെ ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് എല്ലാ സാധനങ്ങളും അതിൽ ചേർക്കുന്നുണ്ട്. പക്ഷേങ്കിൽ മൈദപ്പൊടിയല്ല, അരിപ്പൊടി എന്ന് മാത്രം. അപ്പോൾ അരിപ്പൊടി ചേർത്തിട്ട് നമുക്ക് ഇന്ന് നല്ല അടിപൊളി കുഴലപ്പം ഉണ്ടാക്കാം. ഈ കുഴലപ്പത്തിൻ്റെ കൂട്ടിനെ കൊണ്ട് തന്നെ നമുക്ക് പപ്പടവും ഉണ്ടാക്കാം. കുഴലപ്പം നമ്മൾ കുഴൽ പോലെ പിന്നെ വളച്ചിട്ട് ആക്കും. പപ്പടം നമുക്ക് നേർങ്ങനെ എത്രയും നേർങ്ങനെ പരത്താൻ പറ്റുമോ അത്രയും നേർങ്ങനെ പരത്തിയിട്ട് നമുക്ക് പപ്പടമായിട്ട് വെളിച്ചെണ്ണയിലിട്ട് ഉപയോഗിക്കാം, ചോറിൻ്റെ ഒന്നിച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ കുഴലപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. ആദ്യം നമുക്ക് ഒരു 10-20 ചെറിയ ഉള്ളി, ചുവന്ന ഉള്ളി, പിന്നെ ഒരു മുറി തേങ്ങ ചിരകിയത്, പിന്നെ കുറച്ച് ജീരകം കുറച്ച്, ഇത് മൂന്നും ഇട്ടിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ഒതുക്കിയെടുക്കണം. ആ ഉള്ളിയെല്ലാം ഒന്ന് ഒതുങ്ങുന്നത് വരെ. നല്ലോണം അരിയൊന്നും ചെയ്യണ്ട, വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇത് മൂന്നും ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഒരു 2 കപ്പ് അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മുടെ നൂൽപൊട്ടിന് 10 എല്ലാം ഇട്ടുന്ന സൈസ് അരിപ്പൊടിയാണ് വേണ്ടത്. നേരിയ പൊടി നല്ല മൂത്തതാകുന്നത് വരെ വറുത്തിട്ടുള്ള പൊടിയാണ്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒതുക്കി വെച്ച തേങ്ങ ചേർക്കണം. പിന്നെ അതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് എള്ളിട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഇനി തിളച്ച വെള്ളത്തിലാണ് ഇതൊന്ന് കുഴച്ചെടുക്കേണ്ടത്. നന്നായിട്ട് വെള്ളം തിളക്കുമ്പോൾ നമ്മൾ നൂൽപ്പൊട്ടിന് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക, കൈക്കൊന്നും കൊള്ളാണ്ട് കുറച്ച് ഒഴിച്ചിട്ട് നമ്മളൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇത് വെള്ളം കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുറഞ്ഞു പോയാൽ ഒരു സമയം നമുക്ക് 2 സ്പൂൺ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം. പിന്നെ പക്ഷേ കൂടിയാലും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴക്കുമ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. അപ്പോൾ ആദ്യം നമ്മളൊരു വലിയ സ്പൂൺ എടുത്തിട്ട് കുഴച്ച്, പിന്നെ അതിന് ശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ കുഴക്കണം. കൈകൊണ്ട് കുഴച്ചാലേ നല്ല സോഫ്റ്റായ കൂട്ട് കിട്ടും. കൈകൊണ്ട് ലേശം ചൂട്, കൈയെല്ലാം പൊള്ളുമെല്ലാം ചെയ്യും ആ ചൂടിൽ കുഴക്കും. പക്ഷെ നമ്മൾ കുഴച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ലോണം തണുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കുഴക്കുന്നതിലിരിക്കുന്നതിൻ്റെ ഈ സോഫ്റ്റ്നെസ് അങ്ങനെ കുഴച്ചെടുത്തിട്ട് നമ്മൾ കുറച്ച് സമയം അത് ഒന്ന് അതിൻ്റെ ആ ഒരു പാകം വരാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കും. ഒരു അരമണിക്കൂർ നമുക്ക് നല്ലോണം കുഴച്ചെടുത്തതിൻ്റെ ശേഷം അടച്ചു വെക്കാം. ഒരു അരമണിക്കൂർ അടച്ചു വെക്കാം. പണ്ടെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഴലപ്പം, പൊട്ടിയപ്പം ഇതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദപ്പൊടിയാണ് ഉപയോഗിക്കൽ. അപ്പോൾ മൈദപ്പൊടി ഇപ്പോൾ ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷേ എന്നാലും നമ്മളെല്ലാം മൈദപ്പൊടീൻ്റെ ഉപയോഗം കുറച്ചിട്ടാണ് കഴിയുന്നതും. മൈദപ്പൊടിയൊന്നും ഉപയോഗിക്കാണ്ട് ഗോതമ്പ് പൊടിയെല്ലാം എടുത്തിട്ടാണ് അങ്ങനത്തെ ഈ മൈദപ്പൊടീൻ്റെ സംഗതികൾ എടുക്കുക. നമ്മൾ ഗോതമ്പ് പൊടി ചേർക്കുക ചെയ്യുക. അങ്ങനെയാണ് ഉണ്ടാകല്. പക്ഷേ ഇതിപ്പോൾ അരിപ്പൊടീനെ കൊണ്ട് ഉണ്ടാക്കാൻ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള കുഴലപ്പം കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് അതല്ലേ നല്ലത്, അരിപ്പൊടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് അതൊന്ന് വാഴയിലേൻ്റെ അകത്ത് പരത്തിയെടുക്കണം. അപ്പോൾ വാഴയില എടുത്തിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് പരത്തി തേച്ച് കൊടുത്തതിൻ്റെ ശേഷം ഈ കൂട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിലോ അല്ലെങ്കിൽ ഒരു പുളിനാരങ്ങ വലിപ്പത്തിലോ എടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. എത്രത്തോളം നേർങ്ങനെ പരത്താൻ കഴിയുന്നു അത്രത്തോളം നേർങ്ങനെ പരത്തിയിട്ട് നമ്മളത് മടക്കിയിട്ട് വേണം, കുഴൽ രൂപത്തിലാക്കിയിട്ട് വേണം വെളിച്ചെണ്ണയിലിടാൻ. അപ്പോൾ ഇങ്ങനെ പരത്താൻ നമുക്ക് എളുപ്പം സാധിക്കും. ഈ വാഴയിലതിനകത്ത് വെളിച്ചെണ്ണ തേച്ചാൽ നേർങ്ങനെ പരത്തിയെടുക്കാം. അങ്ങനെ പരത്തിയിട്ട് നമ്മൾ ഇതേപോലെ കുഴൽ രൂപത്തിലാക്കിയിട്ട് വെളിച്ചെണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കണം.
നല്ല പൊരി പോലത്തെ കുഴലപ്പം കിട്ടും. അപ്പോൾ നമുക്ക് ഈ വാഴയില ഇല്ലാത്തവർക്ക് ഇത് പരത്തിയെടുക്കാനൊരു സൂത്രം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കവറ്, അതായത് നമ്മൾ പഞ്ചസാരയെല്ലാം വാങ്ങുന്ന പോലത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്നെല്ലാം കിട്ടുന്ന കവറുണ്ടാവും. ആ കവറ് നമ്മൾ നല്ല വൃത്തിയുള്ളൊരു കവറെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇതേപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയിട്ട് അതിൻ്റെ അകത്ത് വെച്ചിട്ട് മേലത്തെ ഭാഗം മൂടിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. എത്ര നേർങ്ങനെ നമുക്ക് അതിൻ്റെ അകത്ത് പരത്തിയെടുക്കാം. കൈക്കൊന്നും ഒട്ടിപ്പിടിക്കൊന്നുമില്ല. പിന്നെ അങ്ങനെ ചെയ്യുന്നതാണ് വാഴയിലേനേക്കാളും കുറച്ചും കൂടി നല്ല നേർങ്ങനെ കിട്ടുന്നത് ഈ കവറിൻ്റെ അകത്ത് പരത്തുമ്പോൾ. അപ്പോൾ ഇപ്പോൾ ഫ്ലാറ്റിലെല്ലാം നിൽക്കുന്ന കൂട്ടർക്ക് വാഴയില കിട്ടാനെല്ലാം ബുദ്ധിമുട്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ ഉപയോഗിക്കുന്നതാണല്ലോ നല്ലത്. എല്ലാവർക്കും ഇപ്പോൾ വാഴയില കിട്ടിയെന്ന് വരില്ലല്ലോ. അപ്പോൾ അങ്ങനെ പരത്തിയെടുത്തിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു കവറെടുക്കുക. എന്നിട്ട് നല്ല വൃത്തിയുള്ള കവറായിരിക്കണം. എന്നിട്ട് അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഈ ചെറിയ ഉരുളകളാക്കിയിട്ട് വെക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ നല്ലോണം കയ്യിലിട്ടിട്ട് ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കും. പരത്തിയിട്ട് ഇങ്ങനെ നമുക്ക് വലിച്ച് പരത്തിയിട്ട് നല്ല നേർങ്ങനാക്കി എടുക്കാൻ പറ്റും. ഇനി അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അത് പിന്നെ കിട്ടൂല എന്നുള്ള ഇതൊന്നും വേണ്ട. എളുപ്പത്തിൽ നമുക്ക് അത് പറിച്ചെടുക്കാം. പിന്നെ കൈക്കൊന്നും ഒട്ടിപ്പിടിക്കുകയും ചെയ്യില്ല. നല്ല അടിപൊളിയായിട്ട് പരന്ന് കിട്ടിയില്ലേ. ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല സൂത്രം. എന്നിട്ട് നമുക്കിത് വെളിച്ചെണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം. നല്ല പൊരി പോലത്തെ കുഴലപ്പം കിട്ടും. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. നല്ല പൊരി പോലെ തന്നെ നിൽക്കും. അപ്പോൾ ഈ ചെറിയ ഉള്ളി ചേർക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ മണം ഇങ്ങനെ ഭാഗത്തെല്ലാം അലയടിക്കും. അടുത്ത വീടിൽ വരെ എത്തും. അടുത്ത വീടുകളിലെല്ലാം ഇതിൻ്റെ നല്ല ആ ഒരു ഉള്ളി പൊരിഞ്ഞ് വരുന്നതിൻ്റെ ആ ഒരു വാസന അങ്ങനെ എല്ലാവരും എത്തും. അത്ര നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. പൊരിച്ചലുണ്ട്.